ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങിപ്പോകും. നോക്കൂ ഗൈസ്, ഈ പോക്കോയിൽ ആകെ പൊട്ടി നാശമായിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ട് കണ്ട, തൊട്ട് കഴിഞ്ഞാൽ ആകെ പൊട്ടി പൊളിഞ്ഞ് പോരുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പോകും. അപ്പോൾ നമ്മളിതിന് ചെറിയൊരു നുറുങ്ങ് പരിപാടി ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. കണ്ട, ആകെ പൊളിഞ്ഞ് പോയി. മുന്നേ ഞങ്ങൾ ചെയ്തായിരുന്നു, വെറുതെ ഒന്നാകെ പോയിട്ട് ആ സാധനം. ഇത് എങ്ങനെയെങ്കിലും നമ്മൾ സേഫാക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്, ചെറിയ നുറുങ്ങ് പരിപാടിയാണ്. അപ്പോൾ ഇത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ചാക്ക് വെച്ചിട്ടേ ഒരളവ് എടുക്കുന്നുണ്ട്. ഇത് ഏകദേശം എങ്ങനെ നിൽക്കണം എന്നുള്ളതേ ഒന്ന് അളവ് എടുത്തിട്ട് സെറ്റാക്കിയതിൻ്റെ ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞിട്ട് നമ്മളങ്ങനെ പോക്കോളിൻ്റെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും ഭാഗം നമ്മൾ മുറിച്ച് കളയാട്ടോ, ഒരു ഷേപ്പും കിട്ടും. പിന്നെന്താ വെച്ചാൽ പുക ആ സൈഡിൽ കൊളാവണ്ട വെച്ചിട്ടാണ്. മറ്റേ വല്ലാതെ ഇങ്ങനെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാവും. പുക കറക്റ്റ് പോവും വേണേ. അപ്പോൾ അതിന് നമ്മളിത് നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സിമെൻറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പൊടി, സിമെൻറ്റിൻ്റെ പൊടി അതിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എന്തിനാണ് ചെയ്യണത്? ഇങ്ങനെ പിടിക്കാൻ നനച്ചിട്ട് ഒരു ശകര ഒരു പിടുത്തം കിട്ടാം അല്ലേ? ഓക്കെ. നമ്മൾ കുറച്ച് സിമെൻറ്റ് ഇതിൽ കലക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് വെള്ളം ഇപ്പോൾ നമ്മളൊരു ടിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, സിമെൻറ്റിൻ്റെ ടിക്കേഷനാണ്. അതിലേക്ക് നമ്മളെ പഴയ ചാക്ക് മുക്കുകയാണ്. ചാക്ക് നല്ല രീതിയിൽ സിമെൻറ്റ് ശരിക്കാണ്ട് പിടിക്കണം അതിൻ്റെ മുകളിൽ. ഒക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പണികളാണ്, പക്ഷേ സംഗതി കുറേ കാലം കേടുപാടില്ലാതെ ഓടിക്കിട്ടും. അതാണ് കാരണം. ഇനിയിപ്പോൾ ഇതിനൊരാളെ വിളിച്ച് കഴിഞ്ഞത് ഈ സാധനം മൊത്തം മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു ചിലവാണ്. തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പണിയാണ്. നമ്മൾ കലക്കിയ സിമെൻറ്റ് മൊത്തമായിട്ട് അതിൻ്റെ മീതെ തേച്ചു. ഇതെന്താ വെച്ചാൽ നമ്മൾ ശരിക്കും ചെയ്യണം, കാരണം പുക പോകാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ അവിടെ ഇടും വേണം, ഇല്ലെങ്കിൽ അത് പുലിവാലാവും. കണ്ടോ, ചെറിയ മൈക്രോ ഹോൾസ് ഇട്ടുണ്ട് പുക പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാലാകാലത്തേക്കുള്ളതല്ല, തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. കാരണം ഈ മഴക്കാലമല്ലേ വരാൻ പോണ്. അപ്പോൾ അതിൻ്റെ മുന്നേ മൊത്തം കേടുവന്ന് പോണതിൻ്റെ മുന്നേ ഈ ബാക്കി വരുന്ന സിമെൻറ്റൊക്കെ നല്ല രീതിക്ക് സെറ്റാക്കിയിട്ട് ആ ഹോൾ അടയ്ക്കണം അല്ലേ? മൊത്തം കേടൊന്ന് കൊളാവുന്നതിൻ്റെ മുന്നേ നമ്മളിതുപോലെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ ചിലവില്ലാത്ത ഇങ്ങനത്തെ ചില്ലറ പരിപാടികളൊക്കെ ചെയ്യാം. സിമെൻറ്റ് കുറവേ ഉള്ളൂ അല്ലേ? കുറച്ചേ ഉള്ളൂ അല്ലേ? ഇനി അധികം ഇല്ല അല്ലേ? ഇത് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മളിങ്ങനെ ബ്രഷ് കലക്കിയിട്ട് ഇതേപോലെ കലക്കിയിട്ട് ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കും. ഇനി ഉണങ്ങിക്കഴിഞ്ഞാൽ അല്ലേ? ഈ ഒരു ഹോള് അടയ്ക്കുന്നില്ല അല്ലേ? ഈ ഹോള് പുക പോകട്ടല്ലേ? പോയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇപ്പം ഏകദേശം സെറ്റായി നമ്മളെ സംഭവം. കണ്ടോ, ഇപ്പോൾ പുക ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് പോയിക്കോളും. പിന്നെ വലിയൊരു അപകടം ഇല്ലല്ലോ, ഒരു കുടമാരിയായി ഇപ്പോൾ. ഒരു സേഫ്റ്റി ആയി. മറ്റേ എന്താ വെച്ചാൽ ഭയങ്കര അപകടമാണ്. ഇതുവഴി നമുക്ക് വെള്ളം മൊത്തം അകത്തേക്ക് വരികയാണ്. മൊത്തത്തിൽ അത് നിങ്ങൾ കണ്ടില്ലേ, തുടക്കത്തിൽ ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി. ഇനിയിപ്പോൾ ഇതിൻ്റെ മീതെ ഇതൊന്നും സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ മീതെ വേണമെങ്കിൽ നമുക്കൊരു കോട്ടും കൂടിയും കലക്കി അടിക്കാം സിമെൻറ്റ്. അപ്പോൾ അതവിടെ വന്നോളും. അപ്പോൾ ഇതാണ് നമ്മളുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.